അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട പൊന്നാര മക്കളെ, അള്ളാഹു നമ്മളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ, നല്ല ഇൽമു അദബുള്ളവരാക്കി തരട്ടെ. നമ്മൾ 8ാം ക്ലാസ്സിലെ തസ്കിയയിൽ 6ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത് ഖുറാസെ നോക്കുന്നത്. സ്വല്ലത്ത് ഫി ഖബരിഹാ വഖറഅത്ത് ഫി, ഖബറിൽ വെച്ച് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തു. നഫീസ ബീബി റളിയല്ലാഹു അൻഹ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടിയത് ഈ 2 അമലാണ് കാര്യമായിട്ട്. ഒരു വലിയ മഹദി പണ്ഡിതയായിരുന്നതോടൊപ്പം ഒരുപാട് ഖത്മുകൾ ഖബറിൽ വെച്ച് ഓതുകയും ഒരുപാട് റക്അത്തുകൾ ഖബറിൽ വെച്ച് നിസ്കരിക്കുകയും ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹദിയാണ്. ആകട്ടെ, നമുക്ക് ഖുറാസയിലേക്ക് പോകാം. നക്തുബുൽ മഅന, അർത്ഥമെഴുതാം. ഷായിഉൻ, വ്യാപകമായ. നസ്ലുൻ, സന്താന പരമ്പര. മുതറദ്ദിദുൻ, ഇടക്കിടക്ക് പോകുന്നവൻ. മുസ്തദ്ദുൻ, മുഷ്തദ്ദുൻ, അത് ഷീനാണ്, തെറ്റിപ്പോയത്. മുഷ്തദ്ദുൻ, ശക്തമായ. റഹീലുൻ, യാത്ര. ഇന്തിഖാലുൻ, സ്ഥലം മാറൽ. മുതഹയ്യിഉൻ, തയ്യാറെടുത്തവൻ. വാസിഉൻ, വിശാലമായ. നിനക്തശിഫുൽ ഇജാബാത്ത്, അറബിയിലാണ് ചോദ്യം, അറബിയിൽ തന്നെ ഉത്തരം പറയാൻ പരിശ്രമിക്കുക. കാനത്തിലി നഫീസത്ത്, ഒന്ന്. കാനത്തിലി നഫീസത്ത് റഹിമഹല്ലാഹ് ദിക്റുൻ ഷായിഉൻ ഇൻദ അഹ്ലി മിസ്ർ ബിമ. നഫീസ മിസ്രിയക്ക് മിസ്റുകാർക്കിടയിൽ നല്ല പ്രശംസയുണ്ടായിരുന്നു. എന്തേ കാരണം? എന്തുകൊണ്ട്? ബിതഖ്വാഹാ വഇബാദതിഹാ വകറാമതിഹാ, മഹദിയുടെ തഖ്വയും, അവിടെയൊക്കെ ഖാഫട്ടോ, തഖ്വയും ഇബാദത്തും കറാമത്തും കൊണ്ട്. അതൊക്കെ മലയാളത്തിലാക്കിയപ്പോൾ തെറ്റ് വന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ശരിക്ക് വായിക്കോട്ടെ. ഇവിടെ തഖ്വ എന്നാണ്, ഇവിടെ ഐനാണ്, ഇബാദത്താണ് കേട്ടോ. മലയാളം അറബിയാക്കിയതാണ്, ഇപ്പോൾ തെറ്റ് സംഭവിക്കും. 2. മൻ അബൂഹ വമിൻ അയ്യി നസ്രിൻ ഹിയ, ആരാണ് പിതാവ്, ഏത് സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് മഹദി? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഹസനുൽ അൻവാർ എന്നവരുടെ മകനാണ്. അപ്പോൾ ആരാണ് ബാപ്പാരാണ്? ഹസനുൽ അൻവാർ. ഐന വുലിദത, എവിടെയാണ് മഹദി ജനിച്ചത്? ഫി മക്കത്തുൽ മുക്കറമ, മക്കത്തുൽ മുക്കറമയിൽ, മക്കത്തുൽ മുക്കറമ. 4. ഐന നശഅത്ത് വ കൈഫ നശഅത്ത്, എവിടെയാണ് വളർന്നത്, എങ്ങനെയാണ് വളർന്നത്? ഫിൽ മദീനത്തിൽ മുനവ്വറതി ബിൽ ഇബാദതി വസ്സുഹ്ദി, ആരാധനയിലും ഭൗതിക വിരക്തിയിലുമായി മദീനയിൽ വളർന്നു. എന്നർത്ഥട്ടോ. മതാ ഖദിമത്ത് മിസ്റ, എപ്പോഴാണ് മിസ്റിലേക്ക് വന്നത്? ഹിജ്റ 193. 6. ലിമ അറാദത്തിൽ ഇന്തിഖാല ഇലൽ ഹിജാസ്, എന്തിനാണ് ഹിജാസിലേക്ക് മാറാൻ ഉദ്ദേശിച്ചത്? ബികസ്റത്തി സുവാർ, സന്ദർശകരുടെ വർധനവ് കാരണം. 7. കൈഫ അലിമ ശാഫിഈ റളിയല്ലാഹു അൻഹു ബിഖുറൂബി മൗതി, ഷാഫി റളിയല്ലാഹു അൻഹു തൻ്റെ മരണം അടുത്തു എന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? മത്തഅഹുല്ലാഹു ബിന്നളരി ഇലാ വജ്ഹിഹിൽ കരീം എന്ന് നഫീസ മഹദി ഷാഫിഈ ഇമാമിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഷാഫി ഇമാമിന് വേണ്ടി നഫീസ ബീവി മത്തഅഹുല്ലാഹു ബിന്നളരി ഇലാ വജ്ഹിഹിൽ കരീം എന്ന് ദുആ ചെയ്തു. അത് അറിഞ്ഞപ്പോൾ മനസ്സിലായി, ദിവ്യദർശനം നൽകി അല്ലാഹു തആല അദ്ദേഹത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ദുആ കേട്ടപ്പോൾ. ഫി അയ്യി സനത്തിൻ സുവഫിയത് നഫീസത്തു റളിയല്ലാഹു അൻഹാ, നഫീസ റളിയല്ലാഹു അൻഹാ ഏത് വർഷമാണ് വഫാത്തായത്? ഹിജ്റ 208. പിന്നെ നക്തശിഫു മിനൻ നസി വനംലഉൽ ഫറാഗ് വനുലാഹിളുൽ ഫർഖ്. ഇവിടെ ആദ്യ ഭാഗത്ത് ഞാൻ 2 ബോക്സാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ആദ്യ ഭാഗത്തുള്ള ബോക്സിലുള്ളത് ശേഷം വന്ന ആ ഫിഇലുമായി, ആ നാഖിസായ ഫിഇലുമായി ചേർത്തിട്ട്
ശേഷമുള്ള കാര്യം അങ്ങ് പൂർത്തിയാക്കണം. അങ്ങോട്ട് പൂർത്തിയാക്കുമ്പോൾ എന്താ അവിടെയുള്ള വ്യത്യാസം, ഇഅ്റാബിലുള്ള വ്യത്യാസം, ശേഷമുള്ളത് പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തി ഇഅ്റാബിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഒന്ന് പറയാം, നല്ല ശ്രദ്ധിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. നഫീസത്തുൻ ഷാക്കിയത്തുൻ മിൻ കസറത്തിന്നാസ്. നഫീസത്തു ഷാക്കിയത്തുൻ മിൻ കസറത്തിന്നാസ്. ഇതിനെ നമുക്ക് സ്വാറ എന്ന നാഖിസായ ഫിഇലുമായി ചേർത്ത് പറയണം. നഫീസ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് സ്വാറത്തു എന്ന് പറയുന്നു. പിന്നെ അഫ്ആലുൻ നാഖിസാത്ത് കാന, സ്വാറ, അസ്ബഹ, അംസ, വല്ല, ബരിഹ, മാവത്തി അങ്ങനെ പറഞ്ഞിട്ട് 13 ഫിഇലുകളുണ്ട്, നാഖിസായ ഫിഇലുകൾ. അവകൾക്കുള്ള പ്രത്യേകത ഒരു ഇസ്മിലാണ്, ഇസ്മിയ ജുംലയിലാണത് വരിക. ഇസ്മിയ ജുംല, ഫിഇലിയ ജുംല, ഇങ്ങനെ രണ്ടെണ്ണം അറബിയിലുണ്ടല്ലോ. അപ്പോൾ ഇസ്മിയ ജുംലയിൽ പ്രവേശിക്കുമ്പോൾ ഇസ്മിയ ജുംല എന്ന് പറഞ്ഞാൽ മുബ്തദഉം ഖബറും ചേർന്നാണ് ഇസ്മിയ ജുംല ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മഹ്കൂം അലൈഹിം. അപ്പോൾ മുബ്തദ എന്ന് പറയുന്ന ആ സാധാരണയായി ആദ്യം വരുന്ന ഇസ്മിനെ ഈ നാഖിസായ ഫിഇലുകൾ റഫ്ഉ ചെയ്യുന്നു. എന്നാലോ രണ്ടാമത് അഥവാ ഇസ്മിയ ജുംലയിലുള്ള ഖബർ, അതിനെ പറ്റിയിട്ട് നാഖിസായ ഫിഇലിൻ്റെ ഖബർ എന്നും പറയും. അപ്പോൾ മുബ്തദഇനെ പറ്റി നാഖിസായ ഫിഇലിൻ്റെ ഇസ്മു എന്നും, ഖബറിനെ പറ്റിയിട്ട് ഇസ്മിയ ജുംലയിലുള്ള ഖബറിനെ പറ്റി നാഖിസായ ഫിഇലിൻ്റെ ഖബർ എന്നും പറയും. ഇഅ്റാബിലുള്ള വ്യത്യാസം എന്താണ്? മുബ്തദഇനും റഫ്ആണ്, ഖബറിനും റഫ്ആണ്. പക്ഷേ നാഖിസായ ഫിഇലിൻ്റെ ഖബറായിട്ട് ഇസ്മിയ ജുംലയിലെ ഖബർ വരുമ്പോൾ അവിടെ നാഖിസായ ഫിഇല് ആ ഇസ്മിയ ജുംലയിലുള്ള ഖബറിന് നസ്ബ് നൽകുന്നു. അപ്പം നഫീസത്തുൻ ഷാക്കിയത്തുൻ ഫസ്റ്റ് ബോക്സിൽ സ്വാറ വന്നപ്പോൾ സ്വാറത്ത് നഫീസത്തുൻ ഷാക്കിയത്തൻ, തുൻ പോയി തൻ എന്നായി. എന്തുകൊണ്ട്? ഇവിടെ നാഖിസായ ഫിഇലിൻ്റെ ഖബറാകുന്നു ഷാക്കിയത്തൻ എന്നുള്ളത്. ഇനി അശാഫിഇയ്യു റളിയല്ലാഹു അൻഹു മുതറദ്ദിദുൻ, അത് നമുക്ക് കാന ചേർത്ത് പറയാം. അപ്പം കാന ഷാഫിഇയ്യു, ഓക്കെ, അശാഫിഇയ്യു കാന ഷാഫിഇയ്യു മുതറദ്ദിദൻ. എന്തുകൊണ്ട്? അശാഫിഇയ്യു മുബ്തദ ആണ്, മുതറദ്ദിദുൻ ഖബറുമാണ്. നാഖിസായ ഫിഇലിലേക്ക് വന്നപ്പോൾ മുബ്തദ ഇസ്മിയ ജുംലയിലെ മുബ്തദയിൽ റഫ് ആണെങ്കിലും ഖബറിന് നസ്ബാണ്, മുതറദ്ദിദൻ എന്നാണ് പറയേണ്ടത്. അസ്സയ്യിദത്തു മരീള, അവിടെ അസ്സയ്യിദത്തു മരീള എന്ന വാക്ക് മരീളത്തുൻ, കേട്ടോ നിങ്ങൾ, മരീളത്തുൻ. അത് നമുക്ക് വല്ല ചേർത്ത് പറയുമ്പോൾ സയ്യിദത്ത് എന്നത് മുഅന്നസായതുകൊണ്ട് സ്ത്രീലിംഗമായതുകൊണ്ട് വല്ല പോയി വല്ലത്തായി. ആകട്ടെ അസ്സയ്യിദത്തു മുബ്തദ തന്നെയാണ്, ഇവിടെ ഇസ്മാണ്, അപ്പോൾ റഫ് തന്നെ. പക്ഷേ മരീളത്തുൻ എന്ന നേരത്തെ പറഞ്ഞ് ഇവിടെ മരീളത്തൻ. എന്തുകൊണ്ട്? ഇസ്മിയ ജുംലയിൽ നാഖിസായ ഫിഇൽ പ്രവേശിച്ചാൽ മുബ്തദഇന് റഫ്ഉ, ഇസ്മിന് റഫ്ഉ, ഖബറിന് നസ്ബുൻ ചെയ്യണം. മരീളത്തൻ. അൽ മറളു മുസ്തദ്ദുൻ, രോഗം കഠിനമാണ്. അൽ മറളു മുസ്തദ്ദുൻ, സാറൽ മറളു മുസ്തദ്ദൻ, കണ്ടോ, സാറൽ മറളു മുസ്തദ്ദൻ, മുസ്തദ്ദത്ത് എന്നല്ല മുസ്തദ്ദൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? അൽ മറളു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്തദ്ദൻ എന്നായി രണ്ടാമത്തെ ഇസ്മ അഥവാ ഖബർ. ഇനി അൽ ഇമാമു മുതഹയ്യിഉൻ ലിൽ മൗത്ത്, അൽ ഇമാമു മുതഹയ്യിഉൻ ലിൽ മൗത്ത്, ഇമാമ് മരിക്കാൻ തയ്യാറായി. അപ്പോൾ എന്ത് ചെയ്യണം? അൽ ഇമാമു, ഇവിടെ അൽ ഇമാം, അംസൽ ഇമാമു, മുതഹയ്യിഉൻ അവിടെ മുതഹയ്യിഅൻ. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അസ്സയ്യിദത്തു സ്വാഇമ, അസ്ബഹത്തി സയ്യിദത്തു സ്വാഇമതൻ. തുൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്തുകൊണ്ട്? നാഖിസായ ഫിഇല ഇസ്മിയ ജുംലയിലെ ഖബറിന് നസ്ബ് ചെയ്യണം. പിന്നെ അൽ ഇമാമു ഖായിമുൻ, അവിടെ ബാത്ത എന്ന ഇസ്മിലെ ഫിഇലിലേക്ക് നാഖിസായ ഫിഇലിലേക്ക് ആ ജുംല വന്നാൽ ബാത്തൽ ഇമാമു ഖായിമൻ നസ്ബ് കൊണ്ട് പറയണം. ലൈസൽ ലൗനു മുതഗയ്യിറൻ, അൽ ലൗനു മുതഗയ്യിർ, ലൈസൽ ലൗനു മുതഗയ്യിറൻ. അപ്പോൾ മനസ്സിലായോ? ഇസ്മിയായ ജുംലയിൽ പ്രവേശിക്കുന്ന കുറേ ഇസ്മുകളുണ്ട്, കുറേ ഫിഇലുകളുണ്ട്. ആ ഫിഇലുകളാണ് നാഖിസായ ഫിഇലുകൾ. അവർ പ്രവേശിക്കുമ്പോൾ ഇസ്മിയ ജുംല എന്നാൽ മുബ്തദഉം ഖബറും ചേർന്നതാണ് ഇസ്മിയ ജുംല. അതിലുള്ള മുബ്തദഇനിക്ക്
ഈ നാഖിസായ ഫീലുകൾ റഫ് ചെയ്യുന്നു. അതോടൊപ്പം മുബ്തദ റഫ് ആണെങ്കിലും ഇസ്മിയ ജുംലയിലെ രണ്ടാമത്തെ ഭാഗമാകുന്ന ആ ഖബറില്ലേ, ആ ഖബറിനിക്ക് നസ്ബുൻ ചെയ്യുന്നു. ആ പാഠഭാഗം നോക്കിയിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക. സർവശക്തനായ റബ്ബ് കബൂൽ ചെയ്തിരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, നിന്റെ തൗഫീഖ് കൊണ്ടാണ് ഞങ്ങൾ ഇൽമിൻ്റെ വഴിയിലേക്ക് വന്നത്. അല്ലാഹ്, നിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ തിരഞ്ഞെടുത്തല്ലോ അല്ലാഹ്. റബ്ബേ, നല്ല ബുദ്ധി തരണേ അല്ലാഹ്, നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്. മാരകമായ രോഗം തരല്ല റബ്ബേ, സാമ്പത്തികമായി തളർത്തല്ല റബ്ബേ, മാനസികമായി തളർത്തല്ല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി നീ സൃഷ്ടിച്ച ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ ഉസ്താദുമാർ, മശായിഖുമാർ, അവർക്കൊക്കെ നല്ല ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. മരണപ്പെട്ട മാതാപിതാക്കളുണ്ട്, രക്തബന്ധത്തിലുണ്ട്, അയൽബന്ധത്തിലുണ്ട്, ഉസ്താദുമാരുണ്ട്. അല്ലാഹ്, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഖബർ കണ്ണെത്താ ദൂരം വിശാലാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഉള്ളും പുറവും നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. കിബറില്ലാത്ത, ഉജുബില്ലാത്ത നല്ല മനുഷ്യരായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ, ദുനിയാവ് കാട്ടിത്തന്ന് ഞങ്ങൾ ആഖിറ നഷ്ടപ്പെടുത്തല്ല റബ്ബേ. ഇന്ന് ചെറിയ മക്കളൊക്കെ ഒരുപാട് പാപങ്ങളിലേക്ക് അവരറിയാതെ പെട്ടുപോകുന്നു. അല്ലാഹ്, ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ നീ ലഹരിയുടെ വാഹകരാക്കല്ല റബ്ബേ, മദ്യത്തിൻ്റെ അടിമകളാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, നീ വെറുക്കാൻ പറഞ്ഞതിനോട് മനസ്സ കർമ്മ വാച വെറുക്കുന്നവരാക്കണേ അല്ലാഹ്, വെറുക്കുന്നവരാക്കണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.